ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. 10ാം ക്ലാസ് +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരുപാട് അവസരങ്ങളാണ് 2025 PSC നോട്ടിഫിക്കേഷനുകളിൽ വന്നിട്ടുള്ളത്. ഡിഗ്രി യോഗ്യതയുള്ളവർക്കായിട്ട് SI, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളും CPO, WCPO, ഫയർമാൻ പോലുള്ള യൂണിഫോം പോസ്റ്റുകളും ഡ്രൈവർ പോസ്റ്റുകളും കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അതുപോലെ തന്നെ ASM പോലുള്ള പരീക്ഷകളുമാണ് 2025 നമ്മളെ കാത്തിരിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു കിടിലൻ റിപ്പബ്ലിക് ഡേ ഓഫറുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി 25, 26, 27 തീയതികളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും 30% ഓഫർ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കോഴ്സുകളെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഒരുപാട് ഡ്രൈവർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, പിന്നെ ആ ഒരു ഡ്രൈവർ ക്വാളിഫിക്കേഷൻ വേണ്ട മറ്റ് HDV, LMV തുടങ്ങിയ അങ്ങനത്തെ ഓഫീസ് ഗ്രേഡ് പോസ്റ്റുകളൊക്കെ ആയിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച ചോദ്യമാണ്, ഇതിലൊക്കെ സിലബസ് ഒന്ന് തന്നെയാണോ? മറ്റുള്ള പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളത്? ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? അതായത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ CPO ആണെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ വേണം, +2 പാസ്സാവണം. പിന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണം. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? ഹെവി ബാഡ്ജ് വേണം. ഓക്കെ, ഹെവി ബാഡ്ജ് ലൈസൻസ് വേണം. പിന്നെ നമ്മുടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ CPO, ഫയർമാനൊക്കെ നമുക്ക് ഫിസിക്കലായിട്ടൂടെ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഹൈറ്റ്, വെയിറ്റ്, ഐസൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതുകൂടി ഓക്കെ ആവണം. ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഏജ്, ഒരുപാട് മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ് ഏജ്. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ ഏതൊക്കെയാണ് ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ്, അതിന്റെ സിലബസിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സിലബസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഏജും അതുപോലെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിന്റെ ഓൾറെഡി വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന്റെ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംശയങ്ങൾ മാറുന്നതാണ്. അപ്പോ നോക്കാം. ഇത് പ്രധാനപ്പെട്ട ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ, ഡ്രൈവർ OA എക്സാമുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഫോറസ്റ്റ് ഡ്രൈവർ തുടങ്ങിയ എക്സാമിന് HDV, LMV എന്നൊക്കെ പറയുന്ന പല പോസ്റ്റുകളിലേക്കുള്ള ഒരു എക്സാമിന്റെ സിലബസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ആ സിലബസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50+50 ആണ്. ഈ നമ്മൾ പറഞ്ഞ ഡ്രൈവർ കം OA എക്സാമിന്റെ ഒക്കെ വെയിറ്റേജ് എങ്ങനെയാണ്? 50+50 ആണ്. അപ്പൊ ഈ 50 എന്ന് പറയുമ്പോൾ അതിൽ 40 മാർക്ക് GK. ഞാൻ പറഞ്ഞല്ലോ 50+50 എന്ന് പറഞ്ഞു അല്ലെ? 50+50 എന്ന് പറഞ്ഞു. 50+50. ഈ 50-ല് 40 മാർക്ക് GK പ്ലസ് 10 മാർക്ക് എന്താണ്? പൊതുജനാരോഗ്യം എന്ന് പറയുന്നതാണ് നമ്മുടെ വെയിറ്റേജ്. അപ്പോൾ 50-ല് 40 മാർക്ക് GK ആണ്. പിന്നെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കിന് 10 മാർക്ക്. ഇങ്ങനെയാണ് ഈ ഒരു 50-ന്റെ സ്പ്ലിറ്റിംഗ് വരുന്നത്. ഈ ഒരു 50 എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു 50 മാർക്ക് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഡ്രൈവർ കം OA എന്ന് പറയുന്ന എക്സാമിന്റെ സിലബസ് ഇതാണ്. ഡ്രൈവർ കം OA എന്ന് പറയുന്ന എക്സാമിന്റെ സിലബസ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് അറിയുന്നുണ്ടാവും. നമുക്കിവിടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എന്താവണം? മാച്ച് ആവണം. ഇതേ സിലബസ് തന്നെയാണ് എന്ത് പുതിയ അപ്ഡേറ്റഡ് ആയ സിലബസ് വന്നിട്ടില്ല. കഴിഞ്ഞ ഫോറസ്റ്റ് ഡ്രൈവർ കുറച്ച് NCA നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിരുന്നു. ഈ NCA നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇതേ സിലബസ് തന്നെയാണ്. ഇപ്പൊ ഫോറസ്റ്റ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഈ ഫോറസ്റ്റ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പലരും ചോദിച്ചിരുന്നു എന്തായിരിക്കും സിലബസ് എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ഫോറസ്റ്റ് ഡ്രൈവറിന്റെ ഒരു NCA എക്സാം കഴിഞ്ഞപ്പോൾ അവിടെയും വെയിറ്റേജ് എങ്ങനെയായിരുന്നു? 50+50 ആയിരുന്നു. ഇതേ പറഞ്ഞ പോലെ 40 മാർക്ക് GK, 10 മാർക്ക് ബയോളജി, 50 മാർക്ക്
ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇങ്ങനെയായിരുന്നു ഫോറസ്റ്റ് ഡ്രൈവറിന്റെയും ഡ്രൈവർ കം OA എക്സാമിന്റെ ഒക്കെ സിലബസ് വരുന്നത്. അത് HDV ആണെങ്കിലും LLB ആണെങ്കിലും. ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ, അല്ലെ? ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ അതിന്റെ സിലബസ് എങ്ങനെയാണ്? അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? +2 ആണ്, അല്ലെ? +2 പാസ്സാവണം. അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഹെവി ബാഡ്ജ് വേണം. പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഹൈറ്റും വെയിറ്റും പിന്നെ ഐസൈറ്റ് ഇങ്ങനെ ഒരുപാട് ഫിസിക്കൽ മെഷർമെന്റ്സ് നമുക്ക് അനിവാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ എന്താണ്? ഒരു +2 ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ സിലബസിൽ നന്നായിട്ട് മാറ്റമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെയല്ല, കുറച്ചുകൂടിയും ഈ GK ടോപ്പിക്സ് ഡെപ്തിൽ പഠിക്കാനുണ്ട്. GK തന്നെ പല സ്പ്ലിറ്റിംഗ് കാണുന്നുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരളം, ഭരണവും ഭരണ സംവിധാനവും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കലാ, കായികം, സാഹിത്യം, സംസ്കാരം, കറന്റ് അഫയേഴ്സ്, പിന്നെ മാത്സ്. ഓക്കെ, മാത്സ് ഉള്ളൂ, മലയാളം ഇംഗ്ലീഷും നമുക്കില്ല. ദെൻ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ്. ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടാണ്, ഫയർമാൻ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ആയുള്ള ടോപ്പിക്കാണ്. 20 മാർക്കിന്റെ സ്പെഷ്യലായ ടോപ്പിക്കാണ് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ്. ദെൻ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ 30 മാർക്ക്. അപ്പൊ ഇതിന്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് വരുന്നത്? 50 മാർക്ക് GK ആൻഡ് മാത്സ്, 20 മാർക്ക് ഫയർമാനുമായി ബന്ധപ്പെട്ടിട്ട്, 30 മാർക്ക് എങ്ങനെയാണ്? 30 മാർക്ക് എങ്ങനെയാണ്? നമ്മുടെ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട്. അപ്പോ 50 + 20 + 30 ആണ് ആക്ച്വലി എന്ത്? ഫയർമാൻ ഡ്രൈവറിന്റെ സിലബസിന്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. 50 + 20 + 30. 20 ഫയർമാന്റെ മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ആണ്. 30 ഇനി വരുന്ന ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. ഓക്കെ, ഇനി CPO പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട് അതിന്റെ സിലബസ് എങ്ങനെ നോക്കാം? ഓക്കെ, അപ്പൊ പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട് അതിന്റെ സിലബസ് എങ്ങനെയാണ്? അവിടെയും നമ്മുടെ ഫയർമാൻ ഡ്രൈവറിന് സമാനമായിട്ടുള്ള സിലബസ് ആണ് പോലീസ് ഡ്രൈവറിനുള്ളത്. ഇതിൽ 20 മാർക്ക് നേരത്തെ നമ്മൾ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞല്ലോ, ഇവിടെയും ആ ഒരു ടോപ്പിക്ക് മാറും. പോലീസുമായി ബന്ധപ്പെട്ട്, പോലീസ് തസ്തികയുമായി ബന്ധപ്പെട്ട 20 മാർക്കാണ് നമുക്ക് കറന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസ് പ്രകാരം ഉള്ളത്. ഇപ്പൊ CPOന്റെ ഒക്കെ എക്സാമില് IPCക്ക് പകരം BNS-ഉം BNSS-ഉം BS ഒക്കെ വന്നിട്ടുണ്ട്, അല്ലെ? പുതിയ ക്രിമിനൽ നിയമങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം ഇവിടുത്തെ എക്സാമിലും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. സോ ഇവിടെയും ഇങ്ങനെയാണ്, എന്താണ്? 50 + 20 + 30 ആണ്. 50 മാർക്ക് GK, 20 മാർക്ക് പോലീസുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്, 30 മാർക്ക് ട്രെയിനിങ്. ഓക്കെ, ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട 30, ട്രെയിനിങ് അല്ല, ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട കാര്യമാണ് 30 മാർക്കിന് വരുന്നത്. അപ്പോൾ ഇവിടെ 50 + 20 + 30 ആണ്. അപ്പൊ ഇതാണ് ഈ 3 എക്സാമുകളുടെയും സിലബസ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു, സിലബസ് ഒന്ന് തന്നെയാണോ, എല്ലാത്തിനും ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ? ഈ ഫയർമാന്റെയും പോലീസ് ഡ്രൈവറിന്റെയൊക്കെ എന്താണ്? 80 മാർക്ക് സെയിം ആണ്. 80 മാർക്ക് സെയിം ആണ്. 20 മാർക്ക് മാത്രമാണ് മാറ്റമുള്ളത്. 80 മാർക്ക് സെയിം ആണ്. 20 മാർക്കിൽ മാത്രമാണ് ഫയർമാനും അതുപോലെ പോലീസ് ഡ്രൈവറൊക്കെ മാറ്റമുള്ളത്. സോ നിങ്ങൾ ഒരു ഡ്രൈവർ ജോലിയാണ്, സർക്കാർ മേഖലയിൽ ഒരു ഡ്രൈവർ ജോലിയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല അവസരങ്ങളാണ് 2025 തുടക്കത്തിൽ വന്നിട്ടുള്ളത്. സോ ആ ഒരു പാഷനുള്ള ആൾക്കാർ ഈ ഒരു ജോലിയിലേക്ക് പരമാവധി ട്രൈ ചെയ്യുക. സോ നമ്മൾ ഡ്രൈവർ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ റെക്കോർഡഡ് ക്ലാസ്സസ്, ഈ റെക്കോർഡ് ക്ലാസ് അനുസരിച്ചുള്ള റിവ്യൂ ക്ലാസ്സസ്, പിന്നെ മെന്റേഴ്സ് സപ്പോർട്ട്, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഈ ഡ്രൈവർ എക്സാമുമായി ബന്ധപ്പെട്ട് അതിന്റെ ബാച്ച് ഡീറ്റെയിൽസ്, കോഴ്സ് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് അനുയോജ്യമായുള്ള കോഴ്സ് ഏതാണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8089200474 എന്ന നമ്പറിലേക്കോ 8590202323 നമ്പറിലേക്കോ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ കോംപോ ബാച്ച് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. കോംപോ ബാച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഫോർ എക്സാമ്പിൾ, ഈ ഒരു 80 മാർക്ക് ഇവിടെ ഇതാണ്. CPO ആണെങ്കിലും ഫയർമാൻ ഡ്രൈവറൊക്കെ ആണെങ്കിൽ 80 മാർക്ക് സെയിം ആണ്. 20 മാർക്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റം വരുള്ളൂ. സോ കോമൺ ആയിട്ട്, അതായത് കോമൺ എക്സാം, ഫയർമാൻ ഡ്രൈവറും പോലീസ് ഡ്രൈവറൊക്കെ എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു
ഓഫറാണ് ഈ കോംബോ ബാച്ച് എന്ന് പറയുന്നത്. കാരണം ഒറ്റ കോഴ്സിൽ 2 എക്സാമിന് പഠിക്കാം, ഫയർമാൻ ഡ്രൈവറും അതുപോലെ തന്നെ പോലീസ് ഡ്രൈവറും. അതാണ് ഈ കോംബോ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ജോലിയുടെ പാഷൻ ഉണ്ട്, അതൊരു സർക്കാർ മേഖലയിൽ ആയിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എക്സാം എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ആ ഒരു ഫിസിക്കലും ടെക്നിക്കലും അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും നമ്മുടെ PSC മാനദണ്ഡ പ്രകാരമാകണം. എല്ലാവർക്കും ഒന്നും എക്സാം എഴുതാൻ പറ്റൂല. എന്തുണ്ട്, ഇപ്പോൾ +2 ഈ ഒരു പോലീസ് ഡ്രൈവർ ആണെങ്കിൽ ഹെവി ബാഡ്ജ് വേണം, +2 വേണം, അതുപോലെ തന്നെ എന്ത് വേണം, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വേണം. ഫോറസ്റ്റ് ഡ്രൈവർ ആണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായാൽ മതി, എന്നാലും 3 വർഷത്തെ ഹെവി ലൈസൻസ് എക്സ്പീരിയൻസ് വേണം, അത് മസ്റ്റാണ്. നമ്മുടെ ഈ ഒരു സിലബസിനെ കുറിച്ച് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഡ്രൈവർ എക്സാമുമായി ബന്ധപ്പെട്ട എക്സാം എഴുതുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ആണല്ലോ? സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.